എൻ്റെ പെങ്ങളെ മോൻ്റെ കുട്ടി വന്നിട്ടുണ്ട്. ആർസിൻ്റെ മോനെ മോൾട്ടിയെ കളിക്ക് മുത്തേ. ആ ഞാൻ കളിക്കാൻ കളിക്കുള്ളൂ. അന്നൊന്നും പിടിച്ചാ ഞാൻ പോലും കൂടെ കളിച്ചാൽ വരാം. കുട്ടി കളിക്കണ എങ്ങനെയാണ് കളിക്കണ്ടേ? ഞാൻ കളിച്ചെങ്കിൽ ഓരോ കളിക്കുള്ളൂ. എങ്ങനെ കളിക്കാൻ വിളിച്ചല്ലോ. ഇത് കാണിച്ചാ ഞാൻ കളിക്കാം. ഇങ്ങനെയാണ് മമ്മൂട്ടി കളിക്കുന്ന പോലെ ഞാനും കളിച്ചോട്ടോ. ഞങ്ങളെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാ പള്ളിയത്. ഞങ്ങളിഞ്ഞ് പെങ്ങന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോയി പോട്ടെ. ഞാന് ഇന്ന് പെരുന്നാളായിട്ട് എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് യാത്ര ചെയ്യണേ. പലയിടത്തേക്ക് പോവാണ്ടായിരുന്നു. പക്ഷേ ആദ്യം എൻ്റെ മൂത്ത പെങ്ങളെ അടുത്തേക്കാണ് പോകേണ്ടത്. മൂത്ത പെങ്ങളെ വീട് നമ്മളെ അതുലൂരാണ്. അപ്പൊ അതുലൂർക്ക് എപ്പാണ്ട് നേരിട്ടാണ്ട് പോണില്ല. കാരണം ഇപ്പോഴത്തെ ഈ ഭാഗം ഉണ്ടല്ലോ പോത്തനൂര്, അവിടെ പിന്നെ രണ്ടാമത്തെ പെങ്ങളെ വീടാ. അപ്പൊ ഞാൻ ആദ്യം കയറി ചെല്ലാൻ എൻ്റെ രണ്ടാമത്തെ പെങ്ങളെ പേരാണ് റംലത്താത്ത. ഞാനും എൻ്റെ മോനും കൂടി അങ്ങോട്ടേക്കാണ് പോണത്. കാരണം ഇപ്പൊ ജുമാനസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പൊ പെങ്ങളെ അടുത്തേക്ക് പോവുകയാണ്. ഇനി പിന്നെ കഴിഞ്ഞ് രണ്ടാമത്തെ പെങ്ങളെ അടുത്ത് പോകും. പിന്നെ മൂന്നാമത്തെ നാലാമത്തെ പെങ്ങളെ കുറെ ദൂരം അപ്പുറത്താ വളാഞ്ചേരിയ വഹിക്കാം. അത് പിന്നെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് പോവുള്ളൂ. മാഷാഅല്ലാ, ഈദ് മുബാറക്. അളിയൻ്റെ അടുത്ത് വന്നതാണ്. രണ്ടാമത്തെ പെങ്ങളെ ഭർത്താവാണ്. എൻ്റെ അളിയനാണ്, രണ്ടാമത്തെ അളിയനാണ്. അവിടെ വന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം ഇവിടെ വന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പത്തിരിടുത്തുവിടും. പെരുന്നാളിന് വന്ന അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടാ. ഞാനാ മക്കളെ ഗൾഫിൽ നിന്നൊക്കെ വേഗം പോര്. പെരുന്നാൾ കഴിഞ്ഞിട്ടേ പെരുന്നാൾ ഇവിടെ കൂടിക്കോളി. ഇവിടെ ആകുമ്പോൾ വീട്ടുകാരും എല്ലാവരും ഇല്ല. കുഞ്ഞാത്ത ഇതിൻ്റെ കുഞ്ഞാത്തയാണ്. കുഞ്ഞാത്ത പണ്ട് വെത്തിലടക്കൊക്കെ തിന്നു. അന്ന് മാനുവ ഇത് വരുമ്പോൾ കുറച്ച് വെത്തില അടക്കിയിട്ട് വരണട്ടാ പറമ്പിന്ന്. പിന്നെ വരണ വയ്ക്കൊന്ന് പോലേറ്റ് പോരട്ടായിരുന്നു. ഒക്കെ നിർത്തി. കൊറോണ വന്നപ്പോൾ എല്ലാവരും നേരായി. ഇല്ലേ കുഞ്ഞാത്ത? കൊറോണ വന്നപ്പോൾ എല്ലാവരും നേരായി. കാരണം ഒന്നും തിന്നാൻ ഒന്നും വെത്തിരിയും കിട്ടണില്ല, ഒന്നും കിട്ടാത്തൊരു സാഹചര്യമായി. അങ്ങനെയൊക്കെ ഉണ്ടായിന്ന് അറിയാം. പണ്ടത്തെ കാലത്തൊക്കെ ഓരോരുത്തരെ വെത്തിരി ഇറക്കാക്കി തിന്നിട്ടുണ്ടായി. അതാണ് എൻ്റെ പെങ്ങള് എന്താ പെരുന്നാൾ എല്ലാരും പോയിട്ടാ. ഞാൻ ഇവിടൊക്കെ പറയണ്ടേ, ആ ഒരു 2 ദിവസം വന്നാലും മതി. ആ കുട്ടികളെ കൂടെ ഇവിടെ ഒന്ന് എല്ലാവരുടെ കൂടെ ഒന്ന് പങ്കെടുക്കുമ്പോ എന്തൊരു സന്തോഷമാണ് മനസ്സിലായി. ആ മരോള് വേണ്ട, മരോള് ഇപ്പൊ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വന്നോളൂ. ഇപ്പൊ മരോള എന്നാലും പണ്ടല്ല മരോളതാ. ഇനി മൂത്ത പെങ്ങളടുത്ത് പോവാണ്ട്, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പെങ്ങളടുത്ത് പോവാണ്ട്, നാലാമത്തെ പെങ്ങളടുത്ത് പോവാണ്ട്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇടയ്ക്കൊന്നും വന്നിട്ടുണ്ടായില്ല. ഏതായാലും പെരുന്നാളല്ലേ 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പം എല്ലാവർക്കും കൊണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. ഓക്കെ, എല്ലാവരോടും ഈദ് മുബാറക്. എൻ്റെ മൂത്ത പെങ്ങളെ വീട്ടിലേക്കാണ് പോണത്. സുബൈദത്താത്ത എന്ന് പറഞ്ഞിട്ട് പെരുന്നാളായിട്ട് ഞങ്ങൾ ആദ്യം രണ്ടാമത്തെ പെങ്ങളടുത്ത് പോയി. മൂത്ത പെങ്ങളടുത്ത് പോവുകയാണ്.
മാത്തൂര് പള്ളി, അത് പള്ളി കാണിച്ചു കൊടുത്ത ഇടില്ലേ, മാത്തൂര് പള്ളി. ഇവിടെ നിന്നാണ് എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോണ വഴി. പോയൊക്കെ പെരുന്നാളായിട്ട് ഞാനും എൻ്റെ മോനും കൂടി പോയോ. അവിടെ സ്റ്റോപ്പൊക്കെ വെച്ചു. ഇവിടുന്നാണ് വെയിറ്റിലേക്കാണ് ഇനി തിരിയാറുള്ളത്. ഇതാണ് എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഞാൻ സ്റ്റോപ്പൊക്കെ വെച്ചു. ഇതാണ് എൻ്റെ പെങ്ങളെ പഴയ തറവാടൊക്കെ ഇട്ടാ കാണിച്ചു കൊടുത്ത. ഇത് പെങ്ങളെ പഴയ തറവാടാ. എൻ്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഈ വീട്ടിലേക്കാണ് ആദ്യം കയറിയത്. ഇപ്പം ഇങ്ങോട്ട് കഴിക്കണേ ആടിച്ചതാ. നമ്മളെ പെങ്ങളെ മൂത്ത മോനതാ, മോനെടുക്ക് മോനതായി പെരുന്നാളായിട്ട്. അസ്സലാമലൈക്കും, ഈദ് മുബാറക്. എന്താ എൻ്റെ വിവരം? അവിടെ ഇതാണ് നമ്മളെ പെങ്ങളെ മൂത്ത മോനെ. എന്തിനാണ് വെച്ച് മക്കളെടുക്കണേ? എന്തായാലും സാറ ഞാൻ അതായിക്കോട്ടെ. ആ ഇതാണ് എൻ്റെ പെങ്ങളെ വീട്. ഞാൻ അടുത്ത ഇതാണ് എൻ്റെ മൂത്ത പെങ്ങളെ വീട്. മാഷാ അല്ലാഹ്, പെരുന്നാളായിട്ട് വന്നിരിക്കുകയാണ്. ഇത് പെങ്ങളെ മോൻ്റെ കോട്ടേഴ്സാണ് ഇതൊക്കെ, അവൻ്റെ സ്ഥാപനമാണ്. എന്തായാലും കോളിംഗ് ബെല്ലടിക്കട്ടെ. വാ മോനെ. അസ്സലാമലൈക്കും. എന്താ കിടത്താ സുഖല്ലേ? ആ മിഞ്ഞാന്ന് നടക്കണേ. ഇതിന്റെ മൂത്ത പെങ്ങളാണ്. മോനെ ഈദ് മുബാറക്. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞേക്ക. ഈദ് മുബാറക്. യൂട്യൂബിലേക്കുള്ള ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്റെ റിസ്വാന്റെ എവിടെ എന്റെ മോന്റെ കമ്പനിക്കാരട്ടാ ഈ വന്നേക്കണൊക്കെ ഇട്ടാ. വാ മോനെ, എല്ലാരും കൂടി നിൽക്കേ. നിങ്ങളൊക്കെ വന്നാണേ. അന്റെ പേരെന്താ? സിറിയാരി. അന്റെ പേരെന്താ? ശിവാന്തന്. മഹീഷ് ശങ്കർ. ഇവരുടെ കമ്പനിക്കാരവിടെ. എന്റെ കുഞ്ഞിട്ട് നമ്മളെ അയൽവാസിയുണ്ട് കുഞ്ഞിട്ടേട്ടെ. നമുക്ക് ഉപരോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഒന്ന് രണ്ട് സാംലാല് ഇന്നിപ്പോൾ എത്താൻ വഴുകുമെന്ന് പറഞ്ഞ്. അതുപോലെ നെഗില് അവർക്കൊന്ന് വരാൻ വഴുകുന്നാ പറഞ്ഞിങ്ങളെ. അപ്പോൾ ഞങ്ങളെ ഈദ് മുബാറക്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഞങ്ങൾ പെരുന്നാൾ ഉഷാറാക്കാനുള്ള പരിപാടി. ഇതിന്റെ മുകളിൽ പെങ്ങളെ മോന്റെ കുട്ടിയാണ്. കുഞ്ഞിട്ടോ നമസ്കാരം. ഈദ് മുബാറക്. വരും നമ്മളെ കുഞ്ഞിട്ടേട്ട മധുരണ്ട്. സാധാക്കള് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാട്ടാ. എന്തായാലും പെരുന്നാളിന് ഇവിടൊക്കെ ഉള്ളപ്പോൾ ഒരു സന്തോഷമാണ്. മക്കളെ കൂടെ ഒക്കെ ഒരു പെരുന്നാൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. കഴിഞ്ഞിട്ടിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഞാൻ ഇപ്പോൾ ഈ പെരുന്നാളിന് ഇവിടെ കൂടുന്നത്. വരി പോരെ, വരി കുഞ്ഞിട്ട വരി കൈ കഴുകി. ഓക്കെ. പെരുന്നാൾ എന്താ കുഞ്ഞിട്ടോട്ട്, എന്താ നമ്മളെ പെരുന്നാളൊക്കെ ഉസാറ്? എല്ലാ പ്രാവശ്യം എന്താണ് പ്രാവശ്യം നമ്മളെ സാമ്രാജ്യം ഇവരൊന്നും എത്തിയിട്ടില്ല. പെരുന്നാളാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പെരുന്നാൾ, ഓണം അല്ലേ? കുഞ്ഞിട്ടോട്ട് ഒരുപാട് കൊല്ലം അവിടെ ഗൾഫിലുണ്ടായില്ലേ. പിന്നെ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഇവിടെ നാട്ടിൽ കൂടിയില്ലേ? ഇത് എൻ്റെ വീടിൻ്റെ നമ്മളെ തറവാട്ടിൻ്റെ അവിടെയുള്ള രാജന്, കുഞ്ഞിട്ടേട്ടൻ, അച്ചേട്ടന്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉള്ള പ്രാവശ്യത്തെ പെരുന്നാളിന് ഇവിടെ കൂടാൻ പറ്റി. അപ്പോൾ എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. ഒരു മാസമായില്ലേ? മോനെന്താ വന്നിട്ടോ?
കുഞ്ഞിട്ടാ കുഞ്ഞിട്ടാ ഞാനോട് സത്യം പറയുന്നത് ഈ പർസന്റെ മുന്നിൽ വെച്ച് പറയാണ്. ദാസൂട്ടനും ഞാനും ഞാൻ ബോംബെ പോണ സമയത്ത് ചെറിയ കുട്ടികളെ സമയത്ത് ഈ കുട്ടികളെ മുന്നിൽ പോണ സമയത്ത് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് ദാസൂട്ടത്തിൽ എടുക്കുക ഇതെല്ലാം പറയട്ടാ. ഇവന്റെ അച്ഛൻ ഉണ്ടല്ലോ ദാസൂട്ടൻ. അപ്പൊ ഞാൻ ചെറുപ്പത്തില് ഞാൻ ബോംബെ അന്ന് പോണ സമയത്ത് ഞാൻ ഇക്ക് കോട്ടികളി അറിയാം. ഈ കോട്ടി കളിക്കാൻ വേറെ തന്നെ അറിയില്ല. അപ്പൊ ദാസൂട്ടനും ഞാനും കോട്ടിയായിട്ട് ഭയങ്കര കളിക്കാരനാണ് ഇവന്റെ അച്ഛന്. അപ്പൊ അന്ന് പോണ സമയത്ത് ആക്കാട്ട ആ ഗേറ്റിന്റെ അടുത്ത പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് അന്ന് നിങ്ങൾ കണ്ടിട്ട് ആ കോട്ടി കളിച്ചിട്ട് ആ പോസ്റ്റൊക്കെ കയറിയെടുത്തേ ഞങ്ങളാ. ഇനിയിപ്പോ ഗവൺമെന്റിനോട് പറയില്ല, അത് പ്രശ്നമാവേ. അപ്പൊ ദാസൂട്ടനും ഞാനും അന്ന് ഞാൻ പോണ സന്തോഷം കൊണ്ട് ഇവന്റെ അച്ഛനടുത്ത് ഓടിച്ചില്ല. അങ്ങനെ ഞങ്ങള് ദാസൂട്ടാ അപ്പൊ ദാസൂട്ടൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് ഞാൻ ബോംബെ പോവുകയാണ്, ഞാൻ ചാടി കളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കോട്ടി ഉണ്ട്, ആ കോട്ടി ഇന്നത്തെ കൂടി കളിച്ച് തീർന്നു. അപ്പൊ ഓൻ പറഞ്ഞു എന്റെ ബാക്കി വരുന്ന കോട്ടി എന്ത് ചെയ്യുന്നു ചോദിക്കും. അത് ഉള്ളതാണ്. ഓന്തര പറഞ്ഞു ബാക്കി വരുന്ന കോട്ടി. ഞാൻ പറഞ്ഞു അത് കളിച്ച് തീർക്കാനുള്ള എനിക്ക് വെറുതെ തരാനുള്ളതല്ല എന്നിട്ട് വേഗം കളിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ആ പോസ്റ്റിന്റെ മുകളിൽ സത്യമാണ് പറഞ്ഞത്. ഇത് അന്നത്തെ അന്ന് പിന്നെ അച്ഛനക്ക് അറിയാം. ആ ബോംബെക്ക് പോണ അന്ന് അവസാനം ആക്കാടത്തെ ആ പോസ്റ്റിന്റെ മുകളിൽ കോട്ടി കളിച്ചിട്ട് അതാണ് എന്റെ അവസാനത്തെ പോക്ക്. കളി അതാണ്. വേറെ പന്ത് കളിയോ ക്രിക്കറ്റ് കളിയോ ഒന്നും അറിയില്ല. അത് പിന്നെ എന്റെ മോൻ എന്റെ അച്ഛനക്ക് അറിയാം. എന്റെ അച്ഛൻ ഇപ്പൊ ഗൾഫിൽ വീഡിയോ വിട്ടിട്ട് അച്ഛൻ പറയാൻ ചോദിച്ചൊക്കെ സത്യമായി ആ അവസാനം പോണ സമയം അതുകൊണ്ട് പോണേ ജയന്തി ജനത എക്സ്പ്രസ്. അവിടെ നിന്നാണ് പിന്നൊരു പാട്ടുണ്ട് ആൾക്കാർ കൊണ പാടുന്നു. അതാണ് പിന്നെ അതിന്റെ കൂടെ ഞാൻ കൊളാക്കും ചെയ്യും. എല്ലാതും പോലെ പിന്നെ എന്തെങ്കിലും പറഞ്ഞ ജനങ്ങൾക്ക് പിന്നെ കൊളായി. അപ്പൊ ഇത് കൊളാകത്തുള്ള സത്യമാണ്. അതൊക്കെ ഉണ്ടാകുന്നു. ചെറുപ്പത്തിൽ കഴിഞ്ഞു പോയതൊന്നും മറക്കണില്ല ചേട്ടാ. ഇപ്പൊ എന്തെങ്കിലും ഒക്കെ നടന്നു പോയാൽ ഓർമ്മയില്ല. അന്ന് ഇപ്പൊ ഇപ്പോഴും അതന്നെ ഒരു ഓർമ്മ. അവിടെ ആ കോട്ടിലുള്ള ഒരു ചുവപ്പ് കളർ വേറെ ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കളി. എന്താ വെച്ചാൽ ഞങ്ങളെ ഈദ് മുബാറക് വലിയ പെരുന്നാളിന്റെ അപ്പോ 6/6/2025 വീഡിയോ ആണ്. എന്റെ മോന്റെ എന്നാ ശരി വെച്ചാളോ. ഓക്കെ വയസ്സാ എല്ലാവരോടും ഈദ് മുബാറക്. എൻ്റെ മോനും എന്നെ പോലെയാണ്. അവിടെ ഓൻ്റെ കമ്പനിക്കാരെല്ലാവരും കൂടി ഇരുന്നിട്ട് പെരുന്നാളായിട്ട് അടിച്ചു പൊളിച്ച് ഉത്സാറാക്കുക. നല്ല രസത്തിൽ ആ കൊലായ്മ ഇരുന്നിട്ടുണ്ടല്ലോ. എൻ്റെ അതേമാതിരി എൻ്റെ മോന് നല്ല രസത്തിലാണ് അവർ എന്താ അവരോട് പറയുക. അപ്പോൾ അവരെല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കണ സ്നേഹം എന്നും മരണം വരെ നല്ല കുട്ടികളായിട്ട് ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ ഇതേമാതിരി ഈ സ്നേഹം ഒരുമിച്ച് ഇരുന്നിട്ടുള്ള ഭക്ഷണം നിങ്ങൾ തമ്മിൽ എല്ലാവരും അത് മരണം വരെ എന്നും നിലനിന്ന് പോകട്ടാണ്. അല്ലാതെ നിങ്ങൾ വേറൊരു തരത്തിൽ കൂടെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുക പിടിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ അച്ഛനും ഇപ്പോൾ ഞാൻ മറ്റോട് പറഞ്ഞു, നിങ്ങളെ അച്ഛനും എൻ്റെ കുട്ടിരപ്പിയായി ഞങ്ങളൊക്കെ അങ്ങനെ നല്ല രസത്തിൽ കൂടെ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ കേജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുപോലെ നിങ്ങൾ ഉണ്ടായ മക്കളാണ്. ഈ മക്കളും അതേമാതിരി നിലനിർന്നുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടും നല്ലൊരു ജീവിതമായിട്ട് പോകണമെന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ ആയിക്കോട്ടെ മാനാക്ക, ഞങ്ങളത് അതേപോലെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തുണ്ടെങ്കിലും ശരി, ഇവിടെ ഓണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി നമ്മളെ എൻ്റെ സ്നേഹിതന്മാരെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് എൻ്റെ മോനെയും വിളിച്ചുകൊണ്ടുപോകും. അതുപോലെ ഇവിടെ പെരുന്നാൾ വലുതാകുമ്പോൾ എൻ്റെ മോനും അതുപോലെ ഓരോ വിളിക്കും. അപ്പം വാപ്പ എന്താണ് ചെയ്യണത് അതുപോലെയാണ് നമ്മളെ മക്കളെ നമ്മൾ ചെയ്ത് പഠിപ്പിക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ യഥാർത്ഥ സത്യമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം എല്ലാവരും ചെയ്യണതാണ്, അല്ല ഞാൻ മാത്രമല്ല, സർവ്വ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതേമാതിരി നമ്മളെ മക്കൾക്ക് നമ്മളെന്താണ് കാണുന്നത് അതേമാതിരി നമ്മളെ മക്കളും കണ്ടു വളരണം. അപ്പം ഞാനവിടെ മരിച്ചു പോയാലും ഓനും ചിന്തിക്കും എൻ്റെ മോനും. എൻ്റെ അപ്പ എല്ലാവരും ഒരേപോലെയാണ് എൻ്റെ അപ്പ കണ്ടുകൊണ്ടിരുന്നിരുന്നത്, ഒരുപോലെയാണ് എൻ്റെ അപ്പ സ്നേഹിച്ചിരുന്നത്. അതേമാതിരി ഞാനും അതുപോലെ അങ്ങോട്ട് വളർത്താമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോനക്ക് അതേമാതിരി ചിന്ത വന്നു. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ഇവിടെ കൊണ്ട്
എന്താ മക്കളെ സന്തോഷം. നിങ്ങൾ അടിച്ചു പൊളിച്ച് എന്താ മക്കളെ സന്തോഷം ഉണ്ടാക്കാൻ. നമ്മളിവിടെ വലിയൊരു ബോക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ബോക്സിന്റെ കൊടുത്തൊക്കെ അല്ലേ അപ്പൊ ആ ബോക്സിന് കൊടുത്തിട്ട് എന്തോ ഒരു പായി പെരുന്നാളായിട്ട് പോട്ടെ കമ്പനിക്കാരെ കൂടെ വന്നിട്ട് നിങ്ങളെ കാണി പെരുന്നാൾ ഉഷാറാക്കണേ. ഞങ്ങളെല്ലാവരും ഇവിടെ ചോറൊക്കെ ബസ്സൊക്കെ കഴിച്ച് ഉഷാറായി. എൻ്റെ സ്നേഹിതന്മാരൊക്കെ പോയി, എൻ്റെ കുഞ്ഞിട്ടേട്ടൻ പോയി. അതാണ് നമ്മളെ കുഞ്ഞിട്ടേട്ടൻ കേട്ടാ, എൻ്റെ അയൽവാസി. ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് വിട്ടില്ലേ, അത് ഓനാണ്, മൂപ്പരാരാണ് ആള്. ചെറുപ്പം എടുത്തോ. ഒരുപാട് കൊല്ലം മുന്നേ ഈ കുഞ്ഞിട്ടേട്ടനാണ് ഗൾഫിൽ പോകുമ്പോഴേ എൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് കുഞ്ഞിട്ടേട്ടൻ്റെ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഞാൻ അന്ന് ആ വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടാകും. അത് ഈ എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചില്ലേ മൂപ്പരാരാണ് ആള്. വളരെ പ്രയാസപ്പെട്ടിട്ട് അന്നത്തെ കാലത്ത് പോയിട്ട് മൂപ്പരാര് എന്നോട് പറഞ്ഞ്, ഞാൻ മൂപ്പരോട് അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇനി ഇങ്ങനെ വീണ്ടും പറഞ്ഞ രസമല്ല. അപ്പോഴാണ് ഞാൻ മൂപ്പരോട് പറഞ്ഞു, കുഞ്ഞിട്ടോട്ട് നിങ്ങൾ പോയിക്കോളി. എന്നിട്ട് പറഞ്ഞു ചേച്ചീൻ്റെ അടുത്ത് വേറെ പൈസയും കൂടി ഇല്ലാതാണ് ഈ പോണത് ചെലവിന് കൊടുക്കാൻ. അപ്പോഴാണ് ഞാൻ കുഞ്ഞിട്ടോട്ടോട് പറഞ്ഞു, കുഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഒന്നുകൊണ്ട് പേടിക്കണം, ഞാനിതാ ചേച്ചിക്കാടും ചെലവിനുള്ള പൈസ ഞാൻ വിട്ടുകൊടുത്തോളായിരുന്നു. അന്ന് 3000-5000 രൂപ വിട്ടുകൊടുത്തത്, അത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ മൂപ്പരാന്ന് പോണ സമയത്ത് കൂടെ കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കുറിയുണ്ട്, അത് നിങ്ങളോട് വിളിച്ചോളി, ഞാൻ 2 കൊല്ലമായിട്ട് അടച്ചു വീട്ടിക്കൊണ്ട്. ഇതാണ് ഞാനും കുഞ്ഞിട്ടേട്ടനും കൂടെയുള്ള ബന്ധം ഇതുവരെ കൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മൂപ്പരോട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ സ്ഥലം ഞാൻ മൂപ്പരോടെ കൂടെ നിന്നിട്ട് വീഡിയോ ഇട്ടുതരാം. അന്ന് ഞാൻ ബോംബെ നിന്നിട്ട് പറഞ്ഞ സംഭവമാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സ്നേഹമാണ് അള്ളാഹു മരിക്കോളെ ഈ പരസ്പരമുള്ള അയൽവാസികളും ഞങ്ങളൊക്കെ കൂടെ ഒരുമിച്ചിട്ടുള്ള ജീവിതം ഇതേമാതിരി എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മളാരെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ നമ്മളെ അങ്ങോട്ട് സഹായിക്കുക. അപ്പോൾ എൻ്റെ ഈദ് മുബാറക് എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. ഓക്കെ, എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും.